ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഒരു ഡേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രദറിൻ്റെ നിക്കാഹാണ്, ഉപ്പാട അനിയൻ്റെ മോൻ്റെ. അപ്പോൾ അതാ ഞങ്ങളിത് കുഞ്ഞിപ്പാട വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. പിന്നെ നിക്കാഹായതുകൊണ്ട് ഒരു ടൈം പറയുമല്ലോ, അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ വെയിറ്റ് ആക്കിയിരുന്നു. പിന്നെ ഇതാ ചെക്കനിത് റെഡി ആയിട്ട് അമ്മായികളേറ്റും കുഞ്ഞുമാരേറ്റൊക്കെ ഇരുന്നിട്ട് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. ഇതാണ് കേട്ടോ മഹറിൻ്റെ സെറ്റ്. പിന്നെ ഇത് നിക്കാഹാണ്, പെണ്ണ് കാണൽ അങ്ങനെ എൻഗേജ്മെൻറ്റ് അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പെണ്ണ് കാണൽ ചടങ്ങ് അതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ മുന്നേ ദുവാച്ചയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ എല്ലാവരുടെ അടുത്തും സമ്മതമൊക്കെ പറഞ്ഞ് അവനിതാ ഇറങ്ങാൻ നിൽക്കുകയാണ്. അവൻ്റെ പേര് ഹഫീസ് എന്നാണ് കേട്ടോ. ഇവിടെ 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയാണ്. മൂത്താളുടെ കല്യാണം കഴിഞ്ഞ് ഇത് രണ്ടാമത്തെ ആളുടെ നിക്കാഹാണ് കേട്ടോ. നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ടായിരുന്നേ. അപ്പോൾ അവൻ്റെ സൈഡിൽ നിന്ന് എല്ലാവരും പള്ളിയിലേക്ക് പോയി, ഞങ്ങളെല്ലാവരും ഓഡിറ്റോറിയത്തിലേക്കും പോയി. പിന്നെ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് അവനിതാ ഹോളിലേക്ക് എത്തിയിരിക്കണേ. അങ്ങനെ പെണ്ണിൻ്റെ ഉപ്പ ചെക്കനെ സ്വീകരിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോകണുണ്ട്. ശരിക്കും പെണ്ണിൻ്റെ വീട് തിരൂരാണ്. ഞങ്ങളവിടുന്ന് അത്രയും ദൂരമില്ല, എന്നാലും ദൂരം ഇല്ലായികയില്ല. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ സൈഡിൽ നിന്ന് വന്നവരൊക്കെ അവിടെ ഹോളിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നിക്കാഹ് കഴിയണവരെ വെയിറ്റ് ആക്കി, കാരണം ഞങ്ങൾക്ക് ചെക്കനായിട്ടുള്ള എൻട്രി ഉണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അവരെ വെയിറ്റ് ആക്കുകയൊക്കെ ചെയ്തേ. പിന്നെ പെണ്ണ് അഗ്രികൾച്ചറിന് പഠിക്കുകയാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ഇപ്പം അടുത്തൊന്നും കല്യാണം ഉണ്ടാവില്ല. ഓൾമോസ്റ്റ് 1 ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി കല്യാണമൊക്കെ. അവളുടെ സ്റ്റഡീസൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചെക്കനെയും കൂടിയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുപോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറിലാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഹഫീസ് പെണ്ണിനെ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വീട്ടിലത്തെ ഡ്രസ്സിൽ നമ്മൾ കാണുമല്ലോ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞങ്ങൾ സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ കൂടെ ഞങ്ങൾ കസിൻസും പിന്നെ അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നേ. പിന്നെ ഞങ്ങളുടെ ഉപ്പയുടെ ഫാമിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൈബാണ്. എന്താ വെച്ചാൽ അമ്മായികളുണ്ട്, അവർ നല്ലോണം പാട്ട് പാടി എന്ന് വെച്ചാൽ ഭയങ്കര നമ്മളെ പോലെ തന്നെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങൾക്ക് കൈയടിക്കാനൊന്നും പറ്റണില്ലായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ ഹാമ്പേഴ്സ് ഉള്ളതുകൊണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ സ്റ്റേജിലേക്കാണ്ട് എത്തിയിട്ടില്ല, പോയോണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റെക്കായി നിൽക്കണതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ചെക്കൻ്റെ കൂടെ ഫ്രണ്ടിലുള്ളത് ലെഫ്റ്റിലുള്ളത് അവൻ്റെ ഇക്കയുടെ വൈഫും, പിന്നെ റൈറ്റിലുള്ളത് ഒരു പെങ്ങളുള്ള അവളാണ് കേട്ടോ. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ഞങ്ങളുടെ ഫാമിലിയും കസിൻസ് എല്ലാവരും ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളത് സ്റ്റേജിലേക്ക് എത്തി. ഇനി പെണ്ണിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇനി വരുന്നത്. അത് അവരുടെ സൈഡിൽ നിന്ന് അവരുടെ ഫാമിലീസ് കസിൻസ് എല്ലാവരും ഉണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ അവളിത് സ്റ്റേജിൻ്റെ അവിടേക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതാണ് കേട്ടോ അവളുടെ വീട്ടിലത്തെ ഡ്രസ്സ്. നമ്മുടെ സൈഡിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടില്ല, കാരണം ഈ ഡ്രസ്സിൽ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുത്തതൊക്കെ. അപ്പോഴേക്കും ഞങ്ങൾ കൂടെ വന്നവരെല്ലാവരും കുറച്ച് പേരൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയേ. ബാക്കിയുള്ളവരൊക്കെ ഞങ്ങളത് സ്റ്റേജിന്മേൽ നിന്ന്. അവർ 2 പേരും കാണുന്നൊക്കെ ഒരു സീനാണ് കേട്ടോ. ആ സമയത്ത് അമ്മായികളും പിന്നെ അവിടെയുള്ള കുറച്ച് പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നേ ഞങ്ങളുടെ സൈഡിൽ നിന്ന്. അവരൊക്കെ നല്ല പാട്ടൊക്കെ പാടി ക്ലാപ്പൊക്കെ ചെയ്തിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. അതൊക്കെ നമുക്കൊന്ന് കാണാം.
പിന്നെ ചെക്കൻ്റെ കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. ആ സമയം വെച്ചിട്ട് ഞങ്ങളിതാ പെണ്ണിന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഇതാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുപോയ ഡ്രസ്സൊക്കെ. അപ്പോൾ അതാ ഒരു ഫോട്ടോസ് എല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളും ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിന്ന് കസിൻ എല്ലാവരും കൂടിയിട്ട്. പിന്നെ നിക്കാഹായതുകൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം സമയം അവിടെ സ്പെൻഡ് ചെയ്തേക്കണേ ഹോളിൽ തന്നെ. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഞങ്ങളുടെ ഫാമിലി മാത്രമായിട്ട് വീട്ടിലുള്ളവരൊക്കെ കൂടി മാത്രം ഞങ്ങൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോയി. കാരണം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടല്ല ഫംഗ്ഷൻ നടന്നത്. അപ്പോൾ അവിടെ പിന്നെ കേക്ക് കട്ട് ചെയ്യലും അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ അതാ ചെക്കനും പെണ്ണും കൂടിയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്യണുണ്ട്. അതൊക്കെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കേക്കൊക്കെ ചെയ്ത് പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഞങ്ങൾ നിന്ന്. പിന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. അപ്പോൾ അത് ഞങ്ങളിതാ അവളുടെ അടുത്ത് യാത്രയെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നിക്കാഹിൻ്റെ ഒക്കെ ഒരു വീഡിയോ. ഇത് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Okay, bye. Thank you.